5 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള വീട്. വീട് വരുന്നത് തേവയ്ക്കലിലാണ്. വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം. ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് 4 കിലോമീറ്റർ മാത്രമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു മോഡേൺ ഡിസൈനിലാണ് വീട് നിർമ്മിച്ചത്. ഒരു ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി ഡിസൈനിൽ വരുന്ന നല്ലൊരു വീടാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഒരു എ ടൈപ്പ് ഡിസൈൻ കാണാം. അതിനുള്ളിലായിട്ട് ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ ഈ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബോക്സ് ടൈപ്പാണ് ഇവിടെ വരുന്നത്. താഴെ ക്ലാഡിങ് ടൈലുകൾ നൽകിയിരിക്കുന്നു. താഴെയും ജനലുകൾ വരുന്നുണ്ട്. വീടിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വന്ന ഈ കാണുന്ന റോഡാണ് ഫ്രണ്ടായിട്ട് വരുന്നത്. വലിയ റോഡാണ്. ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ റോഡാണ് നൽകിയിരിക്കുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ട് നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 4 വീട് LED ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ സ്ലൈഡിങ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഗേറ്റ് വരുന്നത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചാട്ട് അതിൽ CNC മെഷീനിൽ വർക്ക് ചെയ്ത ഡിസൈൻ വർക്കും കാണും. കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താഴെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. വേറെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിന്തറ്റിക് ഗ്രാസും അവിടെ കാണാം. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ പ്ലാന്റ് ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ ചിപ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും മെറ്റൽ ചിപ്സ് നൽകിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ കിച്ചൻ്റെ പുറകുവശമാണ്. ഇവിടെ വീടിൻ്റെ പുറകുവശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെയും ഏകദേശം 1 മീറ്ററോളം സ്പേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ. സ്റ്റീൽ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്ക് വുഡിൻ്റെ ഡിസൈനിൽ വരുന്ന സ്റ്റീൽ ഡോറ് കാണാം. ഇത് തുറന്ന അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അഴികൾ വരുന്നത് ആ സ്റ്റീൽ ഡോറുകളാണ്. ഇവിടെ ചെറിയ ക്യൂരിയോ ഷെൽഫുകൾ കാണാം. ഇവിടെ TV യൂണിറ്റിൻ്റെ പോർഷനാണ്. ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള പർഗോളുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കാണും. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഒരു L ഷേപ്പിലാണ് ലിവിങ്ങും ഡൈനിങ്ങും വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും ഏകദേശം ഒരു 8 സീറ്റ് ഡൈനിങ് ടേബിൾ ആവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെയർ മുകളിലേക്ക് പോകുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. റേക്ക ബ്രാൻഡിൻ്റേതാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചൺ നോക്കാം. ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചൺ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കിച്ചൺ. കൂടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി കിച്ചണിന് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ ടൈലുകൾ ഏകദേശം ഒരു 8 അടി ഹൈറ്റിൽ വരെ ടൈലുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് നമുക്ക് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത്. ഒരു വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ടേബിൾ ടോപ്പ് ഇവിടെ L ഷേപ്പിലാണ് വരുന്നത്. സിങ്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റ് ഫിനിഷുള്ള സിങ്കാണ്. വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റ് ഫിനിഷിലാണ് തന്നെ നൽകിയിരിക്കുന്നത്. 2 വശത്തും ജനലുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഡോറുകൾ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂം നോക്കാം. ഇത് ഫ്രണ്ട് എലവേഷൻ്റെ നിന്ന് കാണുമ്പോഴുള്ള ബെഡ്റൂമാണ്. ഇതാണ് ആ ബെഡ്റൂം. 2 വശത്തും 3 വാളുകളുള്ള ജനൽ കാണാം. വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 13 വലിപ്പമുള്ള വലിയ ബെഡ്റൂമുകളാണ്. ടൈലുകൾ വെട്രിഫൈഡ് ടൈലാണ്. വൈറ്റ് കളറിലെ ഡിസൈനുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാസിൻ്റെ രീതിയിലുള്ള ഹാൻഡിലുകളാണ് ഈ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഫൈബർ ഡോർ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഫൈബർ ഡോർ. ഇവിടെ വരുമ്പോൾ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള തിരിച്ചിട്ട് വരുന്ന ബാത്റൂമാണ്. ഇതെല്ലാം ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇത് കൺസീൽഡ് ഫ്രഷ് ടാങ്കാണ്. വാഷ് ബേസിൻ. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഓപ്പോസിറ്റാണ് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെയാണ് ആ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് കാണാം. ബാക്കി വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. സെയിം ഫെസിലിറ്റികൾ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഡോറാണ്. വൈറ്റ് കളറാണ് ബാത്റൂമിൻ്റെ ഡോറിന് നൽകിയിരിക്കുന്നത്. ടൈലുകളുടെ ഡിസൈൻ വർക്കിൽ അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് നിഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജാഗ്വാറിൻ്റെതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ വരുന്നത്. ഇവിടെ കൺസീൽഡ് ബ്രഷ് ടാങ്ക്, ഇവിടെ വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈരിൻ്റെ സ്ട്രിപ്പുകൾ ടൈലുകൾക്കിടയിലായിട്ട് കൊടുക്കും. ഇനി മുകളിലെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് വെച്ചിരിക്കുന്നു. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു എൽ ഷേപ്പിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ വരുന്നത്. ഒരു TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. 2 വശത്തും ഓരോ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ അപ്പർ ലിവിങ് ഏരിയ. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമുകൾ ഇവിടെയുണ്ട്. ഒരു സ്റ്റഡി റൂമുണ്ട്, പിന്നെ ഒരു ബാൽക്കണിയുണ്ട്. ആദ്യം ബെഡ്റൂമുകൾ നോക്കാം. ഇതാണ് ബെഡ്റൂം. അല്പം നീളം കൂടുതലുള്ള ബെഡ്റൂമാണ്. 2 വശത്തേക്കും ജനലുകൾ 3 പാളിയുടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ്, എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ആ ബെഡ്റൂമിനും ഒരേപോലെയുള്ള 2 ജനലുകൾ ഇരുവശത്തും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും ഇവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വാം ലൈറ്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ഈ ബാത്റൂം അല്പം കൂടി വലിപ്പമുള്ള ബാത്റൂമാണ്. കുറച്ച് നീളത്തിലുള്ള വലിയ ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനിയൊരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ആ റൂം കൂടി കാണാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്ന ഒരു ഏരിയ. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ അടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് UPVC വിൻഡോയാണ് ഇവിടെ 2 വശത്തും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് വരുന്നത് ഈ ഭാഗത്താണ്. അതിനുള്ള ടാപ്പ് കണക്ഷൻ നൽകിയിട്ടില്ല, ബാക്കിയുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് നമുക്ക് ചെറിയൊരു സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ടെറസിലേക്ക് പോകാനുള്ള ഗോവണി ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ലേഡീസിനൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ടെറസിലേക്കുള്ള ഗോവണി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ടെറസ് ഏരിയ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടെറസ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് കയറാനൊക്കെ എളുപ്പമാണ്. നല്ല വില്ലകളൊക്കെ വരുന്ന നല്ലൊരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണി കൂടി കാണാൻ. ബാൽക്കണി ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. പില്ലറുകൾ കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്താണ് 2400 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം വരുന്ന ഒരു വില്ല. ഈ വില്ലയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ വിദ്യോദയ സ്കൂളിലേക്ക് വരുന്ന 1 കിലോമീറ്ററാണ്. കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു 3 കിലോമീറ്ററൊക്കെ ദൂരമുണ്ടാകും. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 1,29 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.